ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള സമയം ഉണ്ടാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൺഡേ മാത്രമേ ഒഴിവുള്ളൂ കേട്ടോ. അപ്പോൾ സൺഡേ ഒഴിവുള്ള സമയത്താണ് വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഇടയ്ക്കൊക്കെ വീഡിയോ മിസ്സായി പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ കിച്ചൺ കുറച്ച് ചെറുതാണ് കേട്ടോ. അപ്പം ചെറുതാണെങ്കിലും നമുക്കതൊരു അസൗകര്യമായിട്ട് തോന്നില്ല. പക്ഷേ പല സാധനങ്ങളും നമുക്ക് വെക്കാനുള്ള പരിമിതി ഉണ്ട്. അതുകൊണ്ടിട്ട് ആദ്യമേ തന്നെ എല്ലാം നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടാണ് ബാക്കി ജോലികൾ ചെയ്യുന്നുള്ളൂ. അപ്പം ഇന്ന് ഞാനൊരു ചിക്കൻ വെച്ചിട്ടൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യമേ തന്നെ എല്ലാം ഞാനൊന്ന് നീറ്റാക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്ലാബ് ഇങ്ങനെ തുടയ്ക്കണ സമയത്ത് നമ്മൾ വിനാഗിരി വെള്ളത്തിൽ ചേർത്തിട്ട് നേർപ്പിച്ചിട്ട് അത് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ഈച്ച ഉറുമ്പുമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വരില്ല. പിന്നെ നീറ്റായിട്ട് കിടക്കും. പിന്നെ സ്മെല്ലും ഉണ്ടാവില്ല കിച്ചണിൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവരൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്കങ്ങനെ നല്ലതാണെന്ന് തോന്നിയാൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നെ എന്നേക്കാൾ മുന്നേ ഇതൊക്കെ പരീക്ഷിച്ച ആളുകളുണ്ടാവും. ഒരുപാട് യൂട്യൂബ് വീഡിയോസും ഒക്കെ കണ്ടിട്ട് ചെയ്യണ ആളുകളുണ്ടാവും. അതുകൊണ്ടിട്ട് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ചെയ്യുന്നവരുണ്ടെങ്കിൽ നല്ലത് കേട്ടോ. അപ്പോൾ എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന മെമ്പേഴ്സ് ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. നമ്മളൊരു 2 കിലോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നന്നായിട്ട് കഴുകി നീറ്റാക്കി എടുക്കണം. കഴുകി നീറ്റാക്കി കൊണ്ടുവന്നേച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഇതിൻ്റെ എല്ലുള്ള ഭാഗങ്ങൾ തന്നെ നമ്മൾ മാറ്റി വെക്കും കേട്ടോ. എല്ലുള്ള ഭാഗങ്ങൾ നമ്മൾ കറിക്ക് യൂസ് ചെയ്യും. കറിയായിട്ട് വെക്കാൻ വേണ്ടി അതങ്ങനെ യൂസ് ചെയ്യും. പിന്നെ എന്തെങ്കിലും പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത് ഞാൻ ഈ എല്ലില്ലാത്ത ഭാഗത്താണ്, ദശയുള്ള ഭാഗത്താണ്. പിന്നെ എല്ലുള്ള ഭാഗമൊക്കെ നമുക്ക് വേണേൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് ചിക്കൻ ആയത് കാരണം, ചിക്കൻ്റെ എല്ല് ഭയങ്കര സോഫ്റ്റ് ആയത് കാരണം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ടിട്ട് ഞാൻ എന്തായാലും കറിക്ക് അത്യാവശ്യമുള്ളത് കൊണ്ടിട്ട് ഞാൻ കറിക്ക് വേണ്ടിയിട്ട് എല്ലുള്ള ഭാഗം മാറ്റി വെച്ചിട്ട് പിന്നെ അല്പം ദശയുള്ള ഭാഗം തന്നെയാണ് ഞാൻ എടുത്ത് എൻ്റെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അത് നന്നായിട്ട് കഴുകി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ പീസാക്കി ഇനി ഇത് മുറിച്ചെടുക്കണം കേട്ടോ. അത്യാവശ്യം വലിയ പീസായിരുന്നു. അപ്പോൾ ഇത് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഞാനിത്
റെഡിയാക്കി എടുക്കുന്നുണ്ട്. റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് നമുക്ക് വേണേൽ മസാലയൊക്കെ തേച്ച് വെച്ച് നമുക്ക് വേണേൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. അല്ല വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സവാളയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് അതിനകത്തിട്ട് നമുക്കിത് കറി പോലെ ആദ്യം ആക്കണം കേട്ടോ. അപ്പോൾ കറി പോലെ ആക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ചെറിയ പീസാക്കി എടുക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. വലിയ താമസം ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. ചിക്കൻ പിന്നെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് വേവുന്നതാണ്. 2-3 മിനിറ്റ് അല്ല കേട്ടോ, നമ്മൾ എന്നാലും അതിൽ കുറച്ച് നേരം വെക്കൂലേ ചിക്കൻ. എന്തായാലും ഒരു 20 മിനിറ്റൊക്കെ എടുക്കും എന്തായാലും വെന്ത് വരണമെങ്കിൽ. നല്ല കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളിടത്താണെങ്കിൽ ചിക്കൻ്റെ ആണെങ്കിലും ബീഫിൻ്റെ ആണെങ്കിലും മാംസമൊക്കെ നന്നായിട്ട് വെന്തത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത് നിങ്ങൾക്ക് കടിക്കാനൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ ഇത് മാംസം മാത്രമേ ഉള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതായതുകൊണ്ടും ഞാനൊരു 20 മിനിറ്റ് കൊണ്ട് ചിക്കൻ്റെ കറി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ എല്ലാം തന്നെ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കറിക്ക് ആവശ്യമായ സവാളയാണ് നമുക്ക് വേണ്ടുന്നത്. സവാള നമ്മൾ ഒരു 3 സവാള എടുക്കുന്നുണ്ട്. 3 സവാള നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് നമ്മളത് ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. എന്താണെന്നറിയത്തില്ല കേട്ടോ, ഇങ്ങനെ ഈ ചുമന്ന കളറുള്ള സവാള വരുന്നതിന് ഭയങ്കര നമ്മുടെ കണ്ണെരിയുന്നുണ്ട് കേട്ടോ. നേരത്തെ വരുന്ന സവാളയ്ക്ക് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ വരുന്ന വെളുത്തുള്ളി അതുപോലെ തന്നെ മന്ദൻ വെളുത്തുള്ളിയാണ് കേട്ടോ. ഭയങ്കര വലുപ്പമാണ് വെളുത്തുള്ളിക്ക്. അതുകൊണ്ട് തന്നെ ഒരു 4 പീസ് 5 പീസൊക്കെ മതി കേട്ടോ. നമുക്കത് മുറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും. അപ്പം നമ്മൾ സവാളയെല്ലാം കഴുകിയിട്ട് സവാള അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കഴുകി കൂടെ നമ്മൾ പച്ചമുളകും കൂടി ഇടും കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ കുഞ്ഞു പീസാക്കി അരിഞ്ഞ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അരിഞ്ഞ് റെഡിയാക്കി എടുത്തതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പിലയും പിന്നെ പച്ചമുളകും കൂടെ ഉണ്ട് കേട്ടോ. വലിയ എരിവുള്ള പച്ചമുളകാണ്, എരിവില്ലാത്ത പച്ചമുളകല്ല. ഇവിടെ നമ്മൾ തൈര് മുളകിന് ഉപയോഗിക്കുന്ന ടൈപ്പ് മുളക് വരുമല്ലോ, അതുപോലത്തെ ഉണ്ടമുളകാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നല്ല എരിവാണ്. അപ്പോൾ കറിക്ക് എരിവൊക്കെ വേണ്ടുന്നവർ ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് എല്ലാം കൂടെ ചെറുതാക്കി അരിഞ്ഞതിട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോഴാണ് നമ്മളതിനകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ മസാലപ്പൊടി പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാമേ. കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം നല്ലോണം മാറി കിട്ടണം. കാരണം നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പൊടികളിൽ ഇതൊന്നും വറുത്തിട്ടായിരിക്കില്ല ഇവർ പൊടിച്ചെടുക്കുന്നത്. എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല, നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ടിട്ട് നമ്മുടെ മസാലകൾ പച്ചമണം മാറുന്ന വരെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ റെഡിയാക്കി വെച്ചത് നമ്മളതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ചിക്കനെല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പിന്നെ നമ്മളൊരു 20 മിനിറ്റ് നമ്മളിത് വേവിക്കും കേട്ടോ. 20 മിനിറ്റ് വേവിക്കുക, അപ്പോഴേ നമുക്ക് കറക്റ്റ് വേവാകുള്ളൂ. അപ്പോൾ നമ്മളിത് അടച്ച് വെക്കുകയാണേ. ഇതാ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പം നല്ലോണം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റുക കേട്ടോ. നല്ലോണം വഴന്ന് വരുമ്പോഴത്തേന് അതിനകത്തേക്ക് തേങ്ങാപ്പീര ഒരു മുറി തേങ്ങ, വലിയൊരു മുറി തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഈ തേങ്ങ മുഴുവനായിട്ട് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബ്രൗൺ നിറമാകുന്ന വരെ ഒന്ന് വഴറ്റണേ.
ബ്രൗൺ നിറമാകുന്നിടം വരെ വഴറ്റി കഴിഞ്ഞിട്ട് നമ്മളതിനകത്തേക്ക് നമ്മുടെ സ്പെഷ്യൽ മസാല ചേർക്കുന്നുണ്ട്. സ്പെഷ്യൽ മസാലയും കൂടെ ചേർത്തിട്ട് നമ്മളിത് കുറച്ച് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമ്മുടെ ചിക്കനകത്തേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കും കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കും. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. പിന്നെ ഉപ്പൊക്കെ നമ്മൾ ഈ സമയത്ത് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചപ്പാത്തി, പൊറോട്ട, പത്തിരി എല്ലാത്തിൻ്റെയും കൂടെ പോകുവേ. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കൂ. താങ്ക് യു.